ഭാരതത്തിന്റെ ചരിത്രം അധിനിവേശങ്ങളുടെയും അതിജീവനത്തിന്റെയും കൂടിയാണ്. ഒരു കാലത്ത് ഇസ്ലാമിക അധിനിവേശ ശക്തികൾ ഭാരതത്തിന്റെ അങ്ങോളം ഇങ്ങോളം നിരവധി ക്ഷേത്രങ്ങൾ തകർത്തെറിഞ്ഞിട്ടുണ്ട്. എന്നാൽ സുൽത്താൻമാരുടെ വാളുകൾക്കും അധിനിവേശങ്ങൾക്കും മുന്നിൽ തലകുനിക്കാതെ കാലത്തെ അതിജീവിച്ച ചില സനാതന വിസ്മയങ്ങൾ ഇന്നും നമ്മുടെ രാജ്യത്ത് തലയുയർത്തി നിൽക്കുന്നുണ്ട്. അത്തരത്തിലൊരു മഹാത്ഭുതമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വന്തം ഗ്രാമമായ ഗുജറാത്തിലെ വഡ്നഗറിലുള്ള ഹടകേശ്വർ മഹാദേവ ക്ഷേത്രം. ഏകദേശം 2200 വർഷത്തോളം പഴക്കമുള്ള ഈ ക്ഷേത്രം കേവലം ഒരു ആരാധനാലയം മാത്രമല്ല, ഇസ്ലാമിക ഭരണകാലത്തും തകരാതെ കാത്തുസൂക്ഷിക്കപ്പെട്ട ഹൈന്ദവ പൈതൃകത്തിന്റെ ജീവിക്കുന്ന ഉദാഹരണമാണ്. 15ാം നൂറ്റാണ്ടിലെ സുൽത്താനേറ്റ് കാലഘട്ടത്തിൽ ഭാരതത്തിന്റെ പല ഭാഗങ്ങളിലും ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടപ്പോൾ ഗ്രാമവാസികളായ നാഗർ ബ്രാഹ്മണർ തങ്ങളുടെ ഈ ഭഗവാനെ നെഞ്ചോട് ചേർത്ത് സംരക്ഷിച്ചു. ഈ ക്ഷേത്രത്തിന് പിന്നിലെ ഐതിഹ്യവും വളരെ വലുതാണ്. ചിത്രഗുപ്തൻ എന്നൊരു ബ്രാഹ്മണന്റെ കഠിനമായ തപസ്സിൽ സംപ്രീതനായി സാക്ഷാൽ പരമശിവൻ വഡ്നഗറിൽ സ്വയംഭൂവായി അവതരിച്ചെന്നാണ് വിശ്വാസം. ഭഗവാന്റെ നിർദ്ദേശപ്രകാരമാണ് ഇവിടെ ഒരു സ്വർണ്ണലിംഗം പ്രതിഷ്ഠിച്ച ഇത്രയും ഗംഭീരമായ ഒരു ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത് എന്നും കരുതപ്പെടുന്നു. ഹൈന്ദവ വാസ്തുവിദ്യയുടെ വിസ്മയിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ഹടകേശ്വര ക്ഷേത്രം. രാമായണത്തിലെയും മഹാഭാരതത്തിലെയും സുപ്രധാന സംഭവ വികാസങ്ങളും ശ്രീകൃഷ്ണന്റെയും പാണ്ഡവരുടെയും ജീവിതവും എല്ലാം അതിമനോഹരമായി ഈ ക്ഷേത്ര ചുവരുകളിൽ കൊത്തിവച്ചിട്ടുണ്ട്. നവഗ്രഹങ്ങൾ, സംഗീതജ്ഞർ, നൃത്തം ചെയ്യുന്ന അപ്സരസുകൾ, ദേവതകൾ തുടങ്ങിയ ഭാരതീയ സംസ്കാരത്തിന്റെ മുഴുവൻ അടയാളങ്ങളും ഈ ശിലകളിൽ കാണാം. ഇവിടുത്തെ മറ്റൊരു പ്രധാന ആകർഷണം വിഷ്ണു ഭഗവാന്റെ അപൂർവമായ ഒരു മത്സ്യാവതാര ശില്പമാണ്. തല മുതൽ തുടവരെ മനുഷ്യരൂപത്തിലും താഴെ മത്സ്യരൂപത്തിലുമുള്ള ഭഗവാൻ താഴെ കൈകൂപ്പിയിരിക്കുന്ന ഭക്തനെ അനുഗ്രഹിക്കുന്ന ശില്പം കാണികളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഗദയും ചക്രവും ശംഖും താമരയും ഏന്തിയ ഭഗവാന്റെ രൂപം അതിസൂക്ഷ്മമായാണ് കല്ലിൽ കൊത്തിവച്ചിരിക്കുന്നത്. സാധാരണയായി ഗ്രാമത്തിന്റെ പ്രധാന ക്ഷേത്രങ്ങൾ ഗ്രാമമധ്യത്തിലാകുമ്പോൾ വഡ്നഗർ ഗ്രാമത്തിന് പുറത്താണ് ഹടകേശ്വർ ക്ഷേത്രം. ഇത് വിദേശ അധിനിവേശകാരികൾ എത്രയൊക്കെ ശ്രമിച്ചാലും ഭാരതത്തിന്റെ സാംസ്കാരിക അടിത്തറ ഇളക്കാൻ കഴിയില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവായി വഡ്നഗറിലെ ഈ മഹാദേവ ക്ഷേത്രം ഇന്നും നിലകൊള്ളുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വന്തം ഗ്രാമത്തിൽ തലയുയർത്തി നിൽക്കുന്ന ഈ 2200 വർഷം പഴക്കമുള്ള ക്ഷേത്രം സനാതനധർമ്മത്തിന്റെ ഒരിക്കലും തകരാത്ത ഇച്ഛാശക്തിയെയാണ് ലോകത്തിന് മുന്നിൽ കാണിച്ചു തരുന്നത്. നിഷ്കൃഷ്ടി മരണം.